പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ആഴത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മളിൽ അമ്മ അത്ഭുതങ്ങൾ നടത്തും. നമ്മുടെ ജീവിതത്തിൽ അനവധി അനുഗ്രഹങ്ങൾ നൽകും. പ്രാർത്ഥന അവസാന നിമിഷം വരെ പ്രാർത്ഥനാപൂർവം പങ്കുകൊള്ളുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മയുടെ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്നു. അമ്മ ഞങ്ങളുടെ നിത്യസഹായമാണ്, ഞങ്ങളുടെ സംരക്ഷകയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകണമേ. അങ്ങനെ അമ്മയിലൂടെ ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മേ, അമ്മയിലുള്ള മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വണങ്ങുന്നു. അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. അമ്മ എന്നെ നിയന്ത്രിക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ എല്ലാവരെയും വളർത്തണമേ. പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അമ്മയുടെ ഐക്യത്തിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെ നീല അങ്കി ഞങ്ങളുടെ ഭവനങ്ങളിൽ പതിയണമേ. മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ. ഞങ്ങളുടെ പാതയെ പ്രകാശത്തിൻ്റെ പാതയിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളിൽ ആരും തന്നെ അമ്മയെ വേദനിപ്പിക്കുവാൻ ഇടവരുത്തരുതേ. ഈശോയിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. പ്രവർത്തിക്കുവാനുള്ള ദൈവകൃപ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷയ്ക്കും ദൈവസ്നേഹത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ. രോഗികളെ കാത്തു പരിപാലിക്കണമേ. അമ്മേ മാതാവേ, പാപസാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോട് ഒന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ,
ഞങ്ങളുടെ ശരീരവും ആത്മാവും ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും വിചാരങ്ങളും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥയായി അമ്മ വാഴണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കണമേ. ദൈവഹിതത്തിന് എതിരായ ഒരു പ്രവൃത്തിയും ഞങ്ങൾ ആരും ചെയ്യുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം കാത്തു സൂക്ഷിച്ച് അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് കാണപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരേണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നതെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഗുരുജനങ്ങൾ, നമ്മുടെ ഭവനം, നമ്മുടെ ഭവനത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ഓർക്കുക. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സ്തുതിക്കായി ഏറ്റുചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന അവസ്ഥകളിൽ അമ്മ കടന്നു ചെല്ലണമേ. അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ അവരെ പൊതിഞ്ഞുകൊള്ളണമേ. അവരെയെല്ലാം അമ്മയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കാം. അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ അവരുടെ വേദന നീക്കണമേ. രോഗമുള്ളവരുടെ കോശങ്ങൾ സൗഖ്യപ്പെടുത്തണമേ.
ഈശോയുടെ തിരുരക്തത്താൽ അവരെ സുഖപ്പെടുത്തുവാൻ അമ്മ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണയാൽ അവരുടെ രോഗങ്ങളിൽ നിന്ന് അവർ വിമുക്തരാകട്ടെ. അങ്ങനെ യേശുവിനും അമ്മയ്ക്കും ലോകം മുഴുവനും സാക്ഷിയാക്കി അവരെ മാറ്റണമേ. നമ്മുടെ എല്ലാ സന്തോഷങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടം നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഏറ്റുചൊല്ലുക. നിങ്ങളുടെ ഭവനങ്ങളെ മനസ്സിൽ ഓർത്തിട്ടാവണം ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കണക്കിലെടുക്കുക, അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഏറ്റുചൊല്ലുക. കാരുണ്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളുടെ ഭവനങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങളുടെ ഭവനങ്ങളെ എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മാന്യതയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എതിരായ എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളും ഞങ്ങളുടെ ഭവനത്തിലുമുള്ള എല്ലാവരും സന്തോഷത്തിലും സന്താപത്തിലും ഐശ്വര്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയാകാൻ ആഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്നും അമ്മയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓ വാത്സല്യനിധിയായ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഈ നിമിഷം അവരുടെ പേരുകൂടി ഓർക്കുക. അങ്ങേ കൃപയാൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ മാതാവേ, ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അറിവിൻ്റെ നിദാനമായ പരിശുദ്ധ അമ്മേ, അങ്ങേ ധന്യമായ നിയന്ത്രണങ്ങൾ ശ്രമിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അഗതികളുടെ ആശ്രയമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഹിതമനുസരിച്ച് മനസ്സിനൊത്ത് ജീവിച്ച് സ്വർഗത്തിൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നിത്യ ആനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുക്കുമാരൻ്റെ കൈകളിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. നമ്മുടെ സകല പ്രാർത്ഥനകളുടെയും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മെ ദൈവവുമായി അടുപ്പിക്കുന്നത്. ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.